നമസ്കാരം. ഓം ഓം ഓം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 5-ാം അധ്യായം. ഈ അധ്യായത്തിൽ ശന്തനുവും സത്യവതിയും തമ്മിലുള്ള വിവാഹത്തെപ്പറ്റിയാണ് വർണ്ണിക്കുന്നത്. ഋഷിമാർ സൂതനോട് ചോദിക്കുന്നു, എങ്ങനെയാണ് ശന്തനുവും സത്യവതിയും തമ്മിലുള്ള വിവാഹം നടന്നതെന്ന്. അപ്പോൾ സൂതൻ മറുപടി പറയുന്നു, ശന്തനു മഹാരാജാവ് ഒരിക്കൽ വേട്ടയാടാനായി വനത്തിൽ പോയപ്പോൾ ആരെയും ആകർഷിക്കുന്ന ഒരു സുഗന്ധം അദ്ദേഹത്തിൻ്റെ മൂക്കിൽ ആഞ്ഞടിച്ചു. ആ സുഗന്ധത്തിൻ്റെ ഉറവിടം ഏതാണെന്നറിയാൻ വേണ്ടി ശന്തനു രാജാവ് അവിടെയെല്ലാം നടന്ന് നോക്കി. അദ്ദേഹത്തിന് തോന്നി, ഇത് മന്ദാരത്തിൻ്റെയും കസ്തൂരിയുടെയും ഒന്നും മണമല്ല, ചമ്പകത്തിൻ്റെയും മാലതിയുടെയും മണവുമല്ല, കൈതപ്പൂവിൻ്റെ മണവുമല്ല. പക്ഷേ എവിടെ നിന്നാണ് ഈ ഗന്ധം ഉത്ഭവിക്കുന്നത്? ഈ കാറ്റ് ഈ സുഗന്ധവും കൊണ്ട് എവിടെ നിന്നാണ് വരുന്നത്? ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് ശന്തനു അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി. അപ്പോൾ ഒരു സുന്ദരിയെ അദ്ദേഹം അവിടെ കണ്ടു. അവൾ സുന്ദരിയാണെങ്കിലും മലിന വസ്ത്രങ്ങളാണ് അണിഞ്ഞിരുന്നത്. അപ്പോൾ ഇവളുടെ ദേഹത്തിൽ നിന്നും വരുന്ന സുഗന്ധമാണിതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നല്ല യൗവനമുള്ള ഒരു അത്യന്ത സുന്ദരി. ഇവൾ എവിടെ നിന്ന് വന്നതാണ് എന്നറിയാൻ രാജാവിന് ആഗ്രഹം തോന്നി. അടുത്ത ശ്ലോകങ്ങളിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്താണെന്ന് നോക്കാം. ശ്ലോകം 14. അഥ പഞ്ചമോധ്യായഃ 14-ാമത്തെ ശ്ലോകം. കോയം കുതോവ സമുപാഗതാധുനാ ദേവാംഗന വ കിമു മാനുഷീ വ ഗന്ധർവപുത്രീ കില നാഗകന്യ ജാനേ കഥം ഗന്ധവതിം നുകാമിനിം. ഇവൾ എവിടെ നിന്ന് വന്നതാണിപ്പോൾ? ദേവസ്ത്രീയാണോ അതോ മനുഷ്യസ്ത്രീയാണോ? ഗന്ധർവകുമാരിയാണോ അതോ നാഗകന്യകയാണോ? സുഗന്ധം വമിക്കുന്ന ഈ സുന്ദരിയെ എനിക്കെങ്ങനെ അറിയാൻ കഴിയും? ശ്ലോകം 15. സഞ്ചിന്യ ശൈവം മനസാ നൃപോസൗ ന നിശ്ചയം പ്രാപ യഥാ തതസ്വയം ഗംഗാം സ്മരൻ കാമവശം ഗതോധ പപ്രച്ഛകാന്താം തടസംസ്ഥിതാം ച. രാജാവിങ്ങനെ മനസ്സിൽ പലതും ആലോചിച്ചെങ്കിലും ഒന്നും തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സ്വയം ഗംഗയെ സ്മരിച്ചു. കാമവശകനായ അദ്ദേഹം തീരത്ത് നിൽക്കുന്ന സുന്ദരിയോട് ചോദിച്ചു. ശ്ലോകം 16. കാസി പ്രിയേ കസ്യ സുതാസി കസ്മാത് ഇഹ സ്ഥിതാത്വം വിജനേ വരോരു ഏകാകിനിം കിം വദചാരുനേത്രേ വിവാഹിതാവാന വിവാഹിതാസി. പ്രിയേ, നീ ആരുടെ പുത്രിയാണ്? സുന്ദരി, നീ ആരുമില്ലാത്ത ഇവിടെ എന്തിനാണ് തനിച്ച് നിൽക്കുന്നതെന്ന് പറയൂ. മായ്ക്കണ്ണാളെ, നീ വിവാഹിതയോ അതോ അവിവാഹിതയോ? ശ്ലോകം 17. സംജാത കാമോഹമരാള നേത്രേ ത്വാം വീക്ഷ്യകാന്താം ച മനോഹരം ച ബ്രൂഹി പ്രിയേ യാസി ചികീർഷസി ത്വം കിഞ്ചേതി സർവം മമ വിസ്തരേണ. കുടിലനേത്രേ, മനസ്സിനെ അപഹരിക്കുന്ന സുന്ദരിയായി നിന്നെ കണ്ടിട്ട് ഞാൻ കാമമോഹിതനായിരിക്കുന്നു. പ്രിയേ, പറയൂ, നീ ആരാണ്? എന്തു ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നു മാത്രമല്ല സകലതും എന്നോട് വിസ്തരിച്ച് പറയൂ. ശ്ലോകം 18.
ഇത്യേവമുക്ത്വാ സുദതീ നൃപേണ പ്രോവാച തം സസ്മിതമംബുജേക്ഷണാഃ ദാശസ്യ പുത്രിം ത്വം അവേഹി രാജൻ കന്യാം പിതുശാസന സംസ്ഥിതാം ച. രാജാവ് ഇങ്ങനെ പറഞ്ഞത് കേട്ട് സുന്ദരിയായ ആ താമരക്കണ്ണാൾ പുഞ്ചിരിച്ചുകൊണ്ട്, രാജാവേ, ഞാൻ ദാശപ്പെണ്ണാണ്, അച്ഛൻ്റെ ശാസനത്തിൽ കഴിയുന്നവളുമാണെന്ന് അറിഞ്ഞാലും എന്ന് പറഞ്ഞു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.